നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമുക്കുള്ള സകലത്തിനെയും അതിന് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്നത് യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഉള്ളടക്കം നാം വായിക്കുമ്പോൾ നമുക്കറിയാം, തന്റെ ജനത്തിന്റെ മാനസാന്തരത്തിനു വേണ്ടി തന്റെ പ്രവാചകനെ നിനവയിലേക്ക് അയക്കുകയും പ്രവാചകൻ തർശീശിലേക്ക് പോകുകയും എന്നാൽ ദൈവം തന്നെ പ്രവാചകനെ വീണ്ടും നിനവയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന സംഭവത്തെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇന്നത്തെ ചിന്തയ്ക്ക് നാം എടുത്തിരിക്കുന്നത് തന്റെ ജനത്തോട് അയ്യോഭാവം തോന്നുന്ന ദൈവത്തെക്കുറിച്ച് പറയാനാണ്. അയ്യോഭാവം എന്ന വാക്കിന്റെ അർത്ഥം അനുകമ്പ എന്നാണ്. യോന പ്രവാചകൻ തന്നെ തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമാണെന്ന്. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന് തന്റെ ജനത്തോട് മനസ്സലിവുള്ള ദൈവമാണ്. തന്റെ ജനം തെറ്റിപ്പോയിട്ടും അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും അവർ മാനസാന്തരത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ഓർത്ത് അനുതപിക്കുകയും ചെയ്യുന്ന ദൈവം. അതിന് നല്ലൊരു ഉദാഹരണമായ എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 21-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്, എങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നി. അതേ ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന്റെ നാമം വിശുദ്ധ നാമമാണ്. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ജനം, അല്ലെങ്കിൽ ദൈവമക്കൾ, അല്ലെങ്കിൽ ദൈവജനം തെറ്റു ചെയ്യുമ്പോൾ അവരോട് അനുകമ്പ തോന്നുന്ന ദൈവം, അല്ലെങ്കിൽ അവരോട് മനസ്സലിവ് തോന്നുന്ന ദൈവം, അതിൽ നിന്ന് അവരെ മടക്കി കൊണ്ടുവരുവാൻ പുതിയ ഹൃദയവും പുതിയ ആത്മാവിനെയും നൽകി കൊടുത്ത ദൈവം. അതേ പ്രിയമക്കളെ, അവിടെ വായിക്കുന്ന ഒരു വാക്യം പ്രസക്തമാണ്. അവർ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമം. അതേ പ്രിയമക്കളെ, നാം വഹിക്കുന്ന ഈ നാമം വിശുദ്ധമേറിയതാണ്. ആ ബോധ്യത്തോടെ വേണം നാം ജീവിക്കുവാൻ. ഒരിക്കലും ആ നാമത്തിന് കോട്ടം തട്ടുന്ന അല്ലെങ്കിൽ ആ നാമത്തിനെതിരായ ഒരു പ്രവർത്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. നമ്മെ സകല സത്യത്തിലും വഴി നടത്തുവാൻ, നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ദൈവം നമുക്ക് നൽകി തന്നതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിക്കണം. നമുക്ക് തന്ന കൃപകളെ ഓർത്ത് ഒരിക്കലും അനുദപിക്കുന്ന ദൈവമല്ല. പ്രിയമുള്ളവരെ, ഒരു വർഷവും കൂടെ നമുക്ക് ദാനമായി തന്ന നമ്മുടെ ദൈവത്തിനെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. നമ്മുടെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി നാം ജീവിക്കണം. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമുക്കുള്ള സകലത്തിനെയും അതിനായി നാം വേർതിരിക്കണം. അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ആത്മാവിനെ നാം പ്രാപിക്കാം. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.